അന്യഗ്രഹജീവികൾ ഭാഗം 3. സൗരയൂഥത്തിനു പുറത്ത് പ്രകാശവർഷങ്ങളകലെ ഏതെങ്കിലും ഗ്രഹങ്ങളിലോ ഉപഗ്രഹങ്ങളിലോ മനുഷ്യരേക്കാൾ ബുദ്ധിശാലികളായ ജീവികളുണ്ടെന്നാണെങ്കിൽ തന്നെ മനുഷ്യജീവിതത്തിൽ നിർണായകമായ ഗുണങ്ങളോ ദോഷങ്ങളോ അവയ്ക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. ജിജ്ഞാസാപൂരണം എന്നതിനപ്പുറം അന്യഗ്രഹജീവികളെ കണ്ടെത്തുന്നതുകൊണ്ട് മറ്റൊരു ഗുണവും മാനവകുലത്തിനുണ്ടാകാൻ പോകുന്നില്ല. പരിണാമവിശ്വാസം ഉൾപ്പെടെയുള്ള മതവിശ്വാസങ്ങൾ മാറ്റിയെഴുതപ്പെടുമായിരിക്കാം. ജ്ഞാനം കൊണ്ടും സാങ്കേതിക മികവുകൊണ്ടും നമ്മേക്കാൾ ഏറെ പുരോഗമിച്ചവരായിരിക്കും അന്യഗ്രഹജീവികളെന്ന കാരണമേതുമില്ലാത്ത ഒരു ധാരണ മനുഷ്യരിടയിലുള്ളതായി തോന്നുന്നു. അതുകൊണ്ടുതന്നെ അന്യഗ്രഹജീവികളെ കണ്ടെത്തി അവരുമായി ആശയവിനിമയം നടത്താനായാൽ മാനവകുലത്തിന് ഏറെ നേട്ടങ്ങളുണ്ടാക്കാനാകുമെന്ന് കരുതുന്നവരും നമ്മുടെ കൂട്ടത്തിൽ കുറവല്ലായിരിക്കാം. പ്രതീക്ഷിക്കുന്നതുപോലെ നമ്മേക്കാൾ പ്രാപ്തിയുള്ള ജീവികൾ ബഹിരാകാശത്തെവിടെയെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ തന്നെ സാങ്കേതികമായി ഇത്രയും മുന്നേറിയ സ്ഥിതിക്ക് അവരെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കണ്ടെത്തുകയോ നമ്മളോട് ആശയവിനിമയം നടത്തുകയോ ഇവിടെ എത്തിച്ചേരുകയോ ചെയ്തിരിക്കും. മനുഷ്യരേക്കാൾ മനീഷികളായവർ മനുഷ്യരേക്കാൾ സ്വാർത്ഥരും ചൂഷകരുമായിരിക്കാനാണ് സാധ്യത. എന്നതിനാൽ അത്തരം ജീവികളുമായുള്ള ആശയവിനിമയവും ചങ്ങാത്തവും മാനവരാശിക്ക് ഗുണകരമാകുന്നതിലേറെ ഭാവിയിൽ ദോഷകരമാകാനാണ് സാധ്യത. അഥവാ അന്യഗ്രഹജീവികളെ കണ്ടെത്തുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങളുണ്ടാകുമെന്നാണെങ്കിൽ തന്നെ അവർ നമ്മെ കണ്ടെത്തിയാലും നമ്മൾ അവരെ കണ്ടെത്തിയാലും അത്തരം ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കോടിക്കണക്കിന് കറൻസികൾ ചെലവഴിച്ചുകൊണ്ടുള്ള അന്യഗ്രഹജീവികളെ തേടിയുള്ള അന്വേഷണം നമ്മൾ നടത്താതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പ്രകാശവർഷങ്ങൾ അകലെയുള്ള ജ്യോതിർഗോളങ്ങളെക്കുറിച്ച് പഠിക്കാനെന്നും അന്യഗ്രഹങ്ങളിൽ മനുഷ്യനെ അധിവസിപ്പിക്കാനുമൊക്കെ പറഞ്ഞ് പട്ടിണിപ്പാവങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത് കോടികൾ ധൂർത്തടിക്കുന്നതിനു മുമ്പ് മനുഷ്യജീവൻ നിലനിർത്താനാകുന്ന ചുറ്റുപാടുകളുടെ ഭൗതിക രാസിക പരിധിയെക്കുറിച്ചും അത്തരം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ടാകാനുള്ള പരിമിതമായ സാധ്യതകളെക്കുറിച്ചും അവിടങ്ങളിൽ എത്തിപ്പെടാനുള്ള കാലദൈർഘ്യത്തെക്കുറിച്ചുമൊക്കെ ബോധ്യങ്ങളുണ്ടായിരിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നതിൻ്റെ ചെറിയൊരു ശതമാനം കൊണ്ടുതന്നെ സുന്ദരസുരഭിലമായ നമ്മുടെ ഈ ഭൂമിയെ സ്വർഗതുല്യമാക്കി മാറ്റാനാകുമെന്നറിയുന്നവരുമാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ. എന്തു സൗകര്യങ്ങൾ ചെയ്താലും 100-120 വയസ്സിനു മുകളിലേക്ക് മനുഷ്യൻ്റെ സഫലമായ ആയുസ് വർദ്ധിപ്പിക്കാനാകില്ല എന്നതിനാൽ ഇവിടെയുണ്ടാകുന്ന മുഴുവൻ മനുഷ്യർക്കും സുഖമായി ജീവിച്ചു പോകാനുള്ള ഇടവും വിഭവങ്ങളും പ്രകൃതി ഇവിടെ തന്നെ കനിഞ്ഞു നൽകിയിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞർക്കറിയാനാകും. അതുകൊണ്ട് ഭൂമിയിലെ പാരിസ്ഥിതികവും ഭൗതികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായിരിക്കണം ഭരണാധികാരികളും ശാസ്ത്രജ്ഞരും സമൂഹവും പ്രഥമ പരിഗണന നൽകേണ്ടത്. എൻ്റെ ഈ പ്രസ്താവന ശാസ്ത്രവിരുദ്ധവും പുരോഗമന വിരുദ്ധവുമായ നിലപാടായി മുദ്രപ്പെടുത്തപ്പെട്ടേക്കാം. വിമാനങ്ങളും റോക്കറ്റുകളും ഒപ്പം ഭൂമിയെ റാക്കിപ്പറക്കുന്ന കൃത്രിമോപഗ്രഹങ്ങളും എന്തെല്ലാം നേട്ടങ്ങളാണ് നമുക്കുണ്ടാക്കി തന്നിട്ടുള്ളതെന്നോർക്കുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെയൊരു പരാതിക്കിടമുണ്ട്. എന്നാൽ ഇപ്പറഞ്ഞ നേട്ടങ്ങൾക്കപ്പുറം ഭൂമിയുടെ അന്തരീക്ഷവും കടന്ന് അപ്പുറമുള്ള ഒരു സ്ഥൂലലോകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ കൊണ്ട് അഥവാ ക്ലാസിക്കൽ മെക്കാനിക്സ് കൊണ്ട് മാനവരാശിക്ക് ഇനിയും ഏറെയൊന്നും നേടാനില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന മതപുരോഹിതർ ചൂഷകരാണെന്ന അഭിപ്രായമുള്ളവരോട് ഭൂമി വിട്ട് സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന ശാസ്ത്രജ്ഞരുടെ ചൂഷണങ്ങളെക്കുറിച്ചുകൂടി ബോധവാന്മാരാകാൻ സമയമായി എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അധികം ചിലവില്ലാത്തതും ഭൂമിയിൽ വെച്ചുതന്നെ നടത്താനാകുന്നതുമായ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ടും സൂക്ഷ്മ കണികാലോകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അഥവാ ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ടും മാത്രമേ മാനവരാശിക്ക് ഇനിയും എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകാനാകൂ. ഒപ്പം തന്നെ സൂക്ഷ്മകണികാ പഠനരംഗത്ത് നടക്കുന്ന പരിധി വിട്ടുപോകുന്ന വ്യാഖ്യാന കസർത്തുകൾക്കും ചൂഷണങ്ങൾക്കും സൂക്ഷ്മത പുലർത്താതിരുന്നുകൂടാ. തുടരും.